ഓം ശാന്തി. ഞാൻ പുരുഷോത്തമ സംഗമയുഗി ബ്രാഹ്മണനാണ്. ഞാൻ സ്വയം തന്നെ കാണുകയാണ്. മസ്തകമധ്യത്തിൽ വിരാജമാനായ ഞാൻ ഒരു ജ്യോതി ബിന്ദുവാണ്. ഞാൻ നിരാകാർ ജ്യോതി സ്വരൂപ ആത്മാവാണ്. ഞാൻ പുരുഷോത്തമനാണ്. ഈ സംഗമയുഗം ഉത്തമനിൽ നിന്നും ഉത്തമനാകാനുള്ള യുഗമാണ്. ഈ കല്യാണകാരി സംഗമയുഗത്തിൽ സ്വയം പരമാത്മാ ശിവബാബ ബ്രഹ്മശരീരത്തിൽ അവതരിച്ചിരിക്കുകയാണ്. ബ്രഹ്മാവിലൂടെ ഈശ്വരീയ ജ്ഞാനം നൽകുന്നു. എന്നെ മടിയിലിരുത്തി സ്വന്തം കുട്ടിയാക്കി. ഞാൻ ഈശ്വരൻ്റെ കുട്ടിയാണ്. ഈശ്വരൻ്റെ മടിയിലാണ്. പരംപിത പരമാത്മാവ് എൻ്റെ പാലന ചെയ്യുന്നു. എനിക്ക് പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത ഈശ്വരീയ സ്നേഹം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സർവശക്തിവാൻ ശിവബാബ ഈശ്വരീയ പാലനയിലൂടെ എന്നെ പുരുഷോത്തമനാക്കിക്കൊണ്ടിരിക്കുന്നു. ജ്ഞാനാത്മാ സർവശക്തിവാൻ ബാബയിൽ നിന്നും ശക്തിയെടുത്ത് പുരുഷോത്തമനാകുന്നു. ദിവ്യ ഗുണങ്ങളുടെ സാഗര ബാബയിൽ നിന്നും സർവ ദൈവിക ഗുണങ്ങളും സ്വയം തന്നിലേക്ക് ധാരണ ചെയ്ത് ഞാൻ സർവഗുണസമ്പന്ന ദേവതയാകുന്നു. ഞാൻ ആത്മാ പൂജ്യ പവിത്ര പുരുഷോത്തമ ദേവതയായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പുരുഷോത്തമനാണ്. എൻ്റെ സ്മൃതി സ്ഥിതി കൃതി സർവശ്രേഷ്ഠമാണ്. ഓരോ വിചാരവും ഓരോ കർത്തവ്യവും മഹാനാണ്. എൻ്റെ ഓരോ സങ്കല്പവും ഓരോ കർത്തവ്യവും വിശ്വകല്യാണത്തിനു വേണ്ടിയുള്ളതാണ്. ഞാൻ നിരന്തരം മന്മനാഭവസ്ഥിതിയിലിരിക്കുന്നു. ബാബ എന്നെ പുരുഷോത്തമനാക്കുന്നതിനു വേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ കനിഷ്ഠനിൽ നിന്നും ഉത്തമ പുരുഷനാകുന്നു. ഏറ്റവും ഉത്തമൻ ദേവതമാരാണ്. ഞാനിവിടെ ദേഹസഹിതം ദേഹത്തിൻ്റെ സർവസംബന്ധങ്ങളും മറന്ന് ആത്മാഭിമാനിയായി ശരീരം ഉപേക്ഷിക്കുന്നതിന് പരിശ്രമിക്കുന്നു.
ഞാൻ ആത്മാവാണ്. എനിക്ക് ഈ പഴയ ശരീരം, പഴയ ലോകം ഉപേക്ഷിക്കണം, പുതിയതെടുക്കണം. ഞാൻ സംഗമയുഗത്തിൽ വീണ്ടും പുരുഷോത്തമനായി മാറിക്കൊണ്ടിരിക്കുന്നു. ബാബ സദാ പവിത്രനാണ്. ബാബ വന്ന് എന്നെ സുന്ദരനാക്കുന്നു. കൽപ്പകൽപ്പം വഴികാട്ടിയാകുന്നു. എന്നെ പുരുഷോത്തമനാക്കാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. വീണ്ടും ദേവതയാകാൻ വേണ്ടി ഞാൻ ബ്രാഹ്മണനായിരിക്കുന്നു. ഞാൻ സംഗമയുഗി ബ്രാഹ്മണനാണ്. ഉത്തമനിലും ഉത്തമനാണ്. കലിയുഗി പതിതത്തിൽ നിന്നും സത്യയുഗി പാവന മനുഷ്യരിൽ നിന്നും ദേവതയാകാൻ പഠിപ്പിക്കുന്നു. ബാബ വന്ന് മുഴുവൻ ലോകത്തെയും ശുദ്ധമാക്കുന്നു. ബാബ ജ്ഞാനസാഗരനാണ്, സത്യമാണ്, ചൈതന്യമാണ്, അമരനാണ്, പുനർജന്മരഹിതനാണ്. എനിക്ക് ബാബ 21 ജന്മത്തേക്ക് സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇത് അവിനാശി പഠിത്തമാണ്. അവിനാശി ബാബ പഠിപ്പിക്കുന്നു. പ്രാണനേക്കാളും സ്നേഹം ഒരു ബാബയോടാണ്, പാരലൗകിക പിതാവിനോടാണ്. ബാബ എന്നെ എല്ലാ ദുഃഖത്തിൽ നിന്നും മുക്തമാക്കി അപാര സുഖത്തിലേക്ക് കൊണ്ടുപോകും. രാവണ രാജ്യമാകുമ്പോൾ വീണ്ടും ദുഃഖം തുടങ്ങുന്നു. ഇത് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കളിയാണ്. ഞാൻ യോഗത്തിലിരുന്നു കൊണ്ട് പവിത്രമാകുന്നു. പവിത്രമായ രാജ്യത്തിൻ്റെ സ്ഥാപന നടക്കുന്നു. ഞാൻ യോഗബലത്തിലൂടെ 21 ജന്മത്തേക്ക് നിരോഗിയാകുന്നു. സർവരുടെയും മംഗളകാരി, സദ്ഗതി ദാതാവ്, ഉയർന്നതിലും ഉയർന്ന ബാബയാണ്. ഞാൻ ബാബയെ ഓർമ്മിച്ച് പാവനമാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഇത് രുദ്രജ്ഞാനയജ്ഞമാണ്. ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ നിറഞ്ഞ കൈയോടെ പോകുന്നു. 21 ജന്മത്തേക്ക് ഞാൻ എനിക്ക് വേണ്ടി സമ്പാദിക്കുന്നു. പുതിയ ലോകത്തേക്ക് പിന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ബാബ ദാതാവുമാണ്. ഇതും ഡ്രാമയിലുള്ളതാണ്. ഞാൻ ബ്രഹ്മബാബയെ ഫോളോ ചെയ്യുന്നു. അന്തിമത്തിൽ ഒരു ബാബയുടെ ഓർമ്മ മാത്രം ഉണ്ടാകാനുള്ള പ്രാക്ടീസ് ചെയ്യുന്നു. ബാബയുടെ ഓർമ്മയിൽ ശരീരം വിടണം. പാസ്സാകുന്നവർ വിജയമാലയിൽ കോർക്കപ്പെടും. ബാബയുടെ വരദാനമാണ് വിശ്വപരിവർത്തകനായി ഭവിക്കൂ. ഞാൻ മനസ്സിനെ പൂർണ്ണമായും ശ്രദ്ധിക്കുന്ന കയറുന്ന കലയുടെ അനുഭവിയാണ്. വർത്തമാന സമയത്ത് സങ്കല്പത്തിൻ്റെ ചഞ്ചലത പോലും ഏറ്റവും വലുതായി കണക്കാക്കുന്നു. ഇപ്പോൾ സമയം മാറിക്കഴിഞ്ഞു.
പുരുഷാർത്ഥത്തിന്റെ ഗതിയും മാറി. അതിനാൽ സങ്കല്പത്തിലേക്ക് ഫുൾ സ്റ്റോപ്പ് ഇടണം. മനസ്സിനെ ശ്രദ്ധിക്കുമ്പോൾ കയറുന്ന കലയിലൂടെ വിശ്വപരിവർത്തകനാകാൻ കഴിയുന്നു. കർമ്മത്തിലും യോഗത്തിന്റെ അനുഭവം ഉണ്ടാക്കുക എന്നാൽ കർമ്മയോഗിയാകുന്നു. ഓം ശാന്തി.